أن رسول الله صلى الله عليه وسلم قال اتقوا الظلم فإن الظلم ظلمات يوم القيامة واتقوا الشح فإن الشح أهلك من كان قبلكم حملهم على أن سفكوا دماءهم واستحلوا محارمهم റവാഹു മുസ്ലിം. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇത്തഖുൽ ദുൽമ, വിശ്വാസികളെ ജീവിതത്തിൽ അക്രമത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ഒരാളെയും മനസ്സ വാച കർമ്മണ ആക്രമിക്കാൻ പാടില്ല. കൈകൊണ്ട് ആക്രമിക്കാൻ പാടില്ല, നാക്കുകൊണ്ട് ആക്രമിക്കാൻ പാടില്ല, ചെവി കൊണ്ട് ആക്രമിക്കാൻ പാടില്ല. ചോദിക്കും, ചെവിയുടെ ആക്രമണം, എൻ്റെ സഹോദരന്റെ കുറ്റം പറയുന്നു, ഞാനത് പോയി കേട്ടിരിക്കുക, ചെവിയുടെ ആക്രമണം. നമ്മൾ അപ്പോഴേ അവിടെ നിന്ന് മാറിപ്പോക്കണം. ബുദ്ധിയുള്ളവരങ്ങനെയാണ്, അപ്പോഴേ അവിടെ നിന്ന് പോയിക്കോണം. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് കേൾക്കണ്ട, ഇങ്ങനെ മനസ്സിൽ കരുതിയാൻ പോകുന്നതാണ് നമുക്ക് അത്യുത്തമം. അപ്പോ ഇത്തക്കും ദുൽമ, ജീവിതത്തിൽ അക്രമം ചെയ്യുന്നതിനെ നീ സൂക്ഷിച്ചു കൊള്ളണം. ഒരാളെയും ആക്രമിക്കരുത്, ഒരാളെയും ആക്രമിക്കരുത്. അക്രമം അങ്ങനെ ഒരു സ്വഭാവം പോലും ജീവിതത്തിൽ വരാൻ പാടില്ല. തൻ്റെ സഹോദരന്റെ വഴിയിൽ അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയും വരാൻ പാടില്ല. അത് അക്രമമാണ്, അതൊരക്രമമാണ്. തൻ്റെ പുരയുടെ തൻ്റെ വസ്തുവിലെ വേസ്റ്റുകൾ വാങ്ങി തൻ്റെ സഹോദരന്റെ പുരയുടെ ചുറ്റിലോട്ടിടുക അക്രമമാണ്. ചത്ത ഒരു എലിയുടെ വാലയെ പിടിച്ച് തൂക്കിയെടുത്ത് തൻ്റെ അയൽവാസിയുടെ വീടിൻ്റെ ഭാഗത്തേക്ക് ഒരൊറ്റയത് അക്രമമാണ്. അത് വലിയ അക്രമം. തൻ്റെ വീട്ടിലെ വേസ്റ്റ് എല്ലാം കൂടെ വാങ്ങി അയൽവാസിയുടെ വസ്തുവിൽ കൊണ്ടിടുക അക്രമമാണ്. ഒരിക്കലും ഇത് നമ്മുടെ ആഖിറത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഭീകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അക്രമത്തെ സൂക്ഷിച്ചു കൊള്ളണം. നാളെ നിങ്ങൾക്ക് പാരത്രിക ലോകത്ത് ഈ അക്രമങ്ങൾ ഇരുട്ടായിട്ട് വരും. മരണസമയത്ത് ഇരുട്ടായിട്ട് വരും. ഖബറിൽ നിങ്ങൾക്ക് അതിഭീകരമായ അക്രമമായിട്ട് നിങ്ങൾ ഖബറിൽ വരും. അതുകൊണ്ട് അക്രമത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ഒരാളെയും ഉപദ്രവിക്കാനും കൈകൊണ്ടായാലും കാലുകൊണ്ടായാലും ഉപദ്രവിക്കാൻ പാടില്ല, നാക്കുകൊണ്ടായാലും ഉപദ്രവിക്കാൻ പാടില്ല. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിന് ഹറക്കത്തിട്ട, വിശുദ്ധ ഖുർആനിന് നമ്മൾ കാണുന്ന ഫത്ഹുൽ ഖിസൽ ഈ ഹറക്കത്തിട്ട വ്യക്തിയാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് അദ്ദേഹം സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം കൊന്നിട്ടുണ്ട്. ഭരണാധിപൻ ഭരണത്തിലിരിക്കുമ്പോൾ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നിട്ടുണ്ട്. അങ്ങനെ കാലക്രമേണ ഹജ്ജാജ് ഇബ്നു യൂസുഫ് മരിക്കാൻ കിടക്കുമ്പോൾ, ഹജ്ജാജ് ഇബ്നു യൂസുഫ് മരണശയ്യയില്ല. ആ സമയത്ത് തൻ്റെ അടുത്ത് നിൽക്കുന്നവരോട് ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഇങ്ങനെ കണ്ണു തള്ളിപ്പിടിച്ചിട്ട് മരിക്കാൻ പോവുക. എന്നിട്ട് പറയുകയാണ്, ആ സഈദ് ഇബ്നു മുസയ്യിബ് എത്രയോ വർഷം മുമ്പ് മരണപ്പെട്ടു പോയ ഇദ്ദേഹത്തിന്റെ കൈവഴിയിൽ കൊല ചെയ്യപ്പെട്ട സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് എന്റെ കഴുത്തുമായി ഇപ്പൊ പിടിച്ച് ജയിക്കുന്നു. നിങ്ങൾ എന്നെ അദ്ദേഹത്തെ ഒന്ന് പിടിച്ചു മാറ്റുമോ? നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് പിടിച്ചു മാറ്റുമോ? അദ്ദേഹം എന്റെ കഴുത്തിങ്ങനെ പിടിച്ചു ഞെരിക്കുന്നു, എനിക്ക് ശ്വാസം മുട്ടുന്നു. സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് എന്റെ കഴുത്ത് പിടിച്ചു ഞെരിക്കുകയാണ്, നിങ്ങളൊന്ന് പറ്റുമെങ്കിൽ പിടിച്ചു മാറ്റുമോ? ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറഞ്ഞു അത്രേ. ചെറിയ കാര്യമൊന്നുമില്ല. കൊലപാതകമൊക്കെ നടത്തുന്നവന്മാര് മരിക്കാൻ സമയമാകുമ്പോഴേ ആരാണ് നിന്റെ കൈവഴി മരണപ്പെട്ടത് അവരെല്ലാം വരും, നിന്നെ ആക്രമിക്കും. അതൊരു വല്ലാത്ത സമയമായിരിക്കും. ആരെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആക്രമിക്കാൻ പാടില്ല. സൂക്ഷിച്ചോ കുറച്ചവനെ, ഞാൻ വഴി ഒരാൾക്ക് ഒരു ദുൽമ ഉണ്ടാകരുത്. അങ്ങനെ ആയിരിക്കണം നമ്മളുടെ പെരുമാറ്റവും
സംസാരവും. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രവാചകൻ പറയുന്നു, അക്രമത്തെ നിങ്ങൾ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ മരണസമയത്ത് നിങ്ങൾക്ക് അക്രമമായി വരും. ഖബറിൽ നിങ്ങൾക്ക് സ്വസ്ഥത കാണത്തില്ല. നിങ്ങളെ ഖബറിൽ നിർത്തിപ്പൊരിക്കും ഈ ദുനിയാവിൽ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങൾ. ഈ ഹർത്താലും ബന്ധുവൊക്കെ വരുമ്പോൾ നാട്ടുകാരൊക്കെ പരിസരം മറന്നിട്ട് എല്ലാം കാണുന്ന വാഹനങ്ങളെല്ലാം അടിച്ച് പൊളിച്ച്, അള്ളാഹുവെ കടകളൊക്കെ അടിച്ച് പൊളിച്ച്, കട തുറന്നിരുന്നവരെയൊക്കെ ശരിക്കും മർദ്ദിച്ച് ഇങ്ങനെ ഗളിപ്പിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അവനൊക്കെ ചാവാൻ കിടക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. അതൊരു ഭീകര ദിവസമായിരിക്കും. ചത്തു മലന്ന് കിടക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ സൂക്ഷിച്ചോളണം. അല്ലാഹു നമ്മളെ കാത്തിരിച്ചിരിക്കുന്നതാകട്ടെ. ജീവിതത്തിൽ മിതത്വം വേണം. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നിങ്ങൾ അക്രമത്തെ സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ വീണ്ടും പറയുന്നു. പിശുക്കിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുന്നു. തീർച്ചയായും പിശുക്ക് അത് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളുടെ ജനറേഷനെ നശിപ്പിക്കാൻ, മെയിനായിട്ട് നശിപ്പിക്കാൻ തെരഞ്ഞെടുത്തത് അവരുടെ പിശുക്ക് കാരണമായിരുന്നു. നല്ലതിന് ചോദിച്ചാൽ നിങ്ങൾ പിശുക്ക് കാണിക്കരുത്, കൊടുത്തേക്കണേ. നല്ല കാര്യത്തിന് വേണ്ടി ചോദിച്ചാൽ നിങ്ങൾ പിശുക്ക് കാണിക്കാൻ നിൽക്കരുത്, കൊടുത്തേക്കണം. നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? എനിക്കിത് പാരത്രിക ലോകത്ത് തിരിച്ചു കിട്ടുന്ന കാര്യമല്ലേ? അതുകൊണ്ട് ഇൻഷാല്ലാഹ് കൊടുക്കുക തന്നെ, കഴിവിന്റെ പരമാവധി കൊടുക്കുക. എത്ര കൊടുക്കാൻ പറ്റുമോ കൊടുക്കുക, നല്ല കാര്യത്തിന്. അവിടെ പിശുക്ക് കാണിക്കരുത്. കാണുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും ഇയാൾ പേരെടുക്കാൻ വേണ്ടി പണം കൊടുക്കും. എന്നാൽ ഏതെങ്കിലും ഒരു എത്തിമന്നയുടെ വിഷയത്തിൽ ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഷ്യൻസിന്റെ വിഷയത്തിൽ ചോദിക്കട്ടെ, അപ്പോൾ ഇയാൾ 100 തടസ്സമായി വിശ്വസിച്ചില്ല. അങ്ങനെയാണ്. അവിടെ പോയിട്ട് അവിടെ കിട്ടാനുണ്ട്, അവിടുന്ന് ആകാശത്തിൽ ഇറങ്ങി വരാനുണ്ട്. അത് ഇറങ്ങി വരികയാണെങ്കിൽ തരാം. ഇപ്പം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ബാക്കി ഏത് കാര്യങ്ങൾക്കും ചോദിച്ചു നോക്കി പുള്ളിക്കാരൻ ആളെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തൊട്ടുകൊടുത്തോണ്ടേ. ഇത് പിശുക്കെന്ന് പറയും, ഇതിന് പിശുക്കെന്ന് പറയും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്ത് രക്ഷിക്കും. നിങ്ങൾക്ക് പിശുക്ക് വരാതെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ അല്ലാഹ് നശിപ്പിക്കാൻ കാരണം അവരുടെ പിശുക്കായിരുന്നു. അല്ലാഹുവിന്റെ തിരുദൂതർ പറയുകയാ, പിശുക്കങ്ങ് മൂത്താലുള്ള കുഴപ്പമെന്താ? പിശുക്ക് മൂത്താൽ എന്താ? അതങ്ങ് ഭ്രാന്തായി പോകും. എത്രത്തോളം എന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അമലഹും രക്തച്ചൊരിച്ചിലേക്ക് വരെ പിശുക്ക് നയിച്ചു കളയും. പിശുക്ക് കൂടുമ്പോൾ തന്റെ സഹോദരനെ കൂടി ഇങ്ങോട്ട് പിടിച്ചെടുക്കാൻ പറ്റും. എനിക്ക് എത്ര കിട്ടിയാലും മതിയാവുന്നില്ല, പിശുക്കിന്റെ അടയാളാണ്. പിന്നെ ഞാൻ എൻ്റെ സ്വന്തം കൂടപ്പുറപ്പുകളെ അതിര് തൊണ്ടാൻ നിൽക്കുകയാണ്. അതിര് തൊണ്ടു. അവൻ അറിയാതെ അവന്റെ കല്ലെടുത്തവന്റെ സർവേ കല്ലൊക്കെ എടുത്ത് മാറ്റിയിടും. അവന്റെ അതിര് തോണ്ടും. അവനിത് കാണുമ്പോൾ എന്റെ സ്വന്തം ഇക്ക എന്റെ അതിര് തോണ്ടിയോ, അങ്ങോട്ട് ഇങ്ങോട്ടും വഴക്കായി, അടിയായി, അവസാനം തലക്കിട്ട് അടിയായി നടക്കണം ആളുകൾ. പിശുക്കാനിന്റെ കാരണം, ഇതിന് കാരണം എന്താ? പിശുക്ക് മൂക്കുമ്പോൾ ഒരു ഭ്രാന്താണ്. എത്ര കിട്ടിയാലും മതിയാവത്തില്ല. എത്ര കൊടുത്താലും പിന്നെ ഒരു തെളിച്ചം കാണത്തില്ല. മുഖത്ത് എത്ര കൊടുത്താലും ഒരു തെളിച്ചവും ഇല്ല. അല്ലാഹു കാക്കട്ടെ. വൃത്തികെട്ട ഒരു രോഗമായിരുന്നു. അല്ലാഹു കാക്കട്ടെ. എന്തിനധികം മാത്രമല്ല, വസ്തഹല്ലു മഹാരിമഹും, അവസാനം നിഷിദ്ധമായതൊക്കെ പിടിച്ചെടുക്കാൻ നിങ്ങളെ ഈ പിശുക്ക് പ്രേരിപ്പിക്കും. നിഷിദ്ധമായതൊക്കെ പിടിച്ചെടുക്കാൻ കാണുന്ന കച്ചവടത്തിലും എന്നൊക്കെ കൃത്രിമം ചെയ്യും. വെളിച്ചെണ്ണയിൽ മായം ചേർക്കും. കിട്ടും. എന്തിനധികം വിഷമുണ്ടല്ലോ, വിഷം. അതിനകത്ത് മായം ചേർത്ത് എങ്ങനെ വിറ്റ് പണം ഉണ്ടാക്കാന്ന് ചിന്തിക്കും. പിശുക്ക് കൂടിയ വിഷമുണ്ടല്ലോ, അത് മനുഷ്യനെ കൊല്ലുന്നതാണ്. അതിനകത്ത് ഇനി എങ്ങനെ മായം ചേർത്തിട്ട് 4 കാശുണ്ടാക്കാം എന്ന് പോലും ചിന്ത വരും പിശുക്ക് വന്നാൽ. അത്രയും വൃത്തികെട്ട രോഗമാണ് പിശുക്ക് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് ഹദീസ് ഉദ്ധരിക്കുന്നു. അർഹമുർ റഹീമായ അല്ലാഹ്